നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം വ്യക്തമായിരിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ ആരാണെന്ന് വ്യക്തത കൈവന്നതോടെ അതിനിർണായകമായ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിക്കഴിഞ്ഞു. ഇനി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ നാളുകളാണ്. കോൺഗ്രസിന് വേണ്ടി ആര്യാടൻ ഷൗക്കത്തും CPM-ന് വേണ്ടി സ്വരാജും നേർക്കുനേർ പോരാടുമ്പോൾ തൃണമൂൽ സ്ഥാനാർത്ഥിയായി താനും മത്സരിക്കുമെന്ന് PV അൻവറും അറിയിച്ചിട്ടുണ്ട്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ചില അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. PV അൻവർ തന്നെയാണ് നിലമ്പൂരിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. ഒന്നുകിൽ അൻവർ ഇതോടെ രാഷ്ട്രീയമായി അവസാനിക്കും, മറിച്ചാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്തൊരു ശക്തിയായി അൻവർ ഉദിച്ചുയരും. രണ്ടാണെങ്കിലും അൻവറെ സംബന്ധിച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ പ്രാധാന്യമാകുന്നത്. നിലമ്പൂരിലെ ഫലത്തിൽ തൻ്റെ ഭാവി നിക്ഷേപിച്ചിരിക്കുന്ന മറ്റൊരു നേതാവ് VD സതീശനാണ്. സ്വന്തം പാർട്ടിയിലും മുന്നണിയിലും സതീശൻ സർവശക്തനാകാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയം ഉപകരിക്കുമെന്ന് ഉറപ്പാണ്. തോൽവിയാണ് ഫലമെങ്കിൽ സതീശന് ഭാവി മുഖ്യമന്ത്രി കസേര അടക്കം തുലാസിലാകും. പിണറായി വിജയനും മൂന്നാം ഊഴം കൊതിക്കുന്ന ഇടതുമുന്നണിക്കും നിലമ്പൂർ പ്രധാനം തന്നെയാണ്. തോൽവിയാണെങ്കിൽ അത് പിണറായി വിജയന്റെ നായകത്വത്തിന് മേൽ കരിനിഴലാകും എന്നും ഉറപ്പാണ്. ഇത്തരത്തിൽ പല നേതാക്കന്മാർക്കും നിലമ്പൂർ കാത്തുവച്ചിരിക്കുന്നത് പലതരത്തിലുള്ള വിധികളാണ്. നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് അൻവർ നടത്തിയത് ഒരു ചൂതാട്ടമായിരുന്നു. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന ലൈനിലാണ് അൻവർ നിയമസഭയുടെ പടിയിറങ്ങിയത്. പിണറായിസത്തിനെതിരായ പോരാട്ടം എന്ന് പേരിട്ട് വിളിച്ചു നടത്തിയ ആ കളിയിലൂടെ അയാൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം നേടാൻ മോഹിച്ചിരുന്നു. സ്വതന്ത്രൻ എന്ന ഇത്തിരി വട്ടത്തിൽ നിന്നും ഒരു പ്രധാന പാർട്ടിയിലെ പ്രബല സ്ഥാനത്തേക്ക് എത്താനായിരുന്നു അൻവർ ആഗ്രഹിച്ചത്. കോൺഗ്രസ് ആയിരുന്നു ആദ്യ ലക്ഷ്യം. തനിക്കൊരുപാട് ചെയ്യാൻ കഴിയുമെന്ന് അൻവർ അമിതമായി വിശ്വസിച്ചു. അതുകൊണ്ടാണ് തൻ്റെ പിൻഗാമിയായി VS ജോയി നിലമ്പൂരിൽ വരുമെന്നൊക്കെ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചത്. മറ്റൊരു പാർട്ടിയുടെ നേതാവിനെ തൻ്റെ ചൊൽപ്പടിക്കാരനാക്കാമെന്നൊക്കെ അൻവർ വിശ്വസിച്ചതും ഇതൊക്കെ കൊണ്ടാണ്. LDF-ന്റെ ഭാഗമായിരുന്ന കാലത്ത് തന്നെ അടക്കം അൻവർ ആക്രമിച്ചത് മറക്കാത്ത VD സതീശൻ ഒരു കാലത്തും PV അൻവറിനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും നിലമ്പൂരിൽ അൻവറിന്റെ സഹായം ആവശ്യമാണെന്ന് സതീശനും അറിയാമായിരുന്നു. ലീഗിനും കോൺഗ്രസിലെ മറ്റു നേതാക്കളും അൻവറിനെ കൂടെ കൂട്ടാൻ തന്നെയായിരുന്നു താല്പര്യം. ഇതൊക്കെ തിരിച്ചറിഞ്ഞാകണം അൻവർ കൈവിട്ട് കളിക്കാൻ തുടങ്ങിയത്. താനാണ് നിലമ്പൂരിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും തന്നെ കൂട്ടാതെ കോൺഗ്രസിന് ഒന്നും സാധ്യമാകില്ല എന്നുമൊക്കെ അൻവർ വിശ്വസിച്ചു. അയാളുടെ ആ അതിരുവിട്ട കളി തന്നെയാണ് തിരിച്ചടിയായത്. അൻവറിനെ അത്രയ്ക്കങ്ങ് ആളാകാൻ വിടേണ്ടതില്ല എന്ന VD സതീശന്റെ കടുംപിടുത്തമാണ് ഒടുവിൽ വിജയിച്ചത്. കോൺഗ്രസിലെത്തി കിങ് മേക്കർ ആകാനിരുന്ന അൻവർ ഇപ്പോൾ കണ്ണീരും കരച്ചിലുമായി വഴിവക്കിൽ നിൽക്കുകയാണ്. UDF-ൽ എടുക്കില്ല എന്ന നിലപാട് കടുപ്പിച്ച് സതീശൻ നിന്നതോടെ പിണറായിക്കൊപ്പം വില്ലനാക്കി സതീശനെയും അൻവർ കണക്കാക്കി. അതിന്റെ ക്ലൈമാക്സിലാണ് തൃണമൂൽ സ്ഥാനാർത്ഥിയായി അൻവർ മാറിയത്. അൻവർ ജയിച്ചില്ല എങ്കിലും ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ കാരണമായാൽ അത് അൻവറിന് കേവലം മനസംതൃപ്തി നൽകുന്നുവെന്നതിനപ്പുറം UDF-ന്റെയോ കോൺഗ്രസിന്റെയോ വാതിൽ തുറന്നു കിട്ടുമെന്ന് കരുതേണ്ട കാര്യവുമില്ല.